ചേട്ടാ ഒരു കിട്ട് വീട് ഇന്ന് തരണം. എനിക്ക് കടം തരാൻ പറ്റില്ല. ഞാൻ കടം പെൻഷൻ കിട്ടി തരാം. പെൻഷൻ കിട്ടി തരാന്ന് പറഞ്ഞതല്ലാണ്ട് തരുന്നില്ല. പൈസ തരാനില്ലേ, അത് കൂട്ടികൾ തരാം. പെൻഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് വരില്ല, അതാണ് കുഴപ്പം. അല്ല ഇപ്പൊ വരാതിരിക്കില്ലല്ലോ. എനിക്ക് എന്തോരം കടം തരാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ വീട് വലിക്കാൻ മേടിക്കില്ലെന്ന് വെച്ചാൽ മതി. ശരി ചേട്ടാ. കടം കൊടുത്ത് ഞാൻ കടക്കാരനെ കൊണ്ടൊരു സ്ഥിതിയിലേക്ക് വരുന്നത്. ഓരോരുത്തർ കാലത്ത് തന്നെ ഓരോന്ന് മേടിക്കാനായിട്ട് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. അവിടെ ഒരാൾക്ക് എടുക്കണണ്ട, നിങ്ങളുടെ അച്ഛനാ. അതെ, ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് തൊഴിലുറപ്പില്ല, പെൻഷനും ഇല്ല. എങ്ങനെ കഴിയാനാ? എല്ലാം വാങ്ങിച്ചിട്ട് കൊടുക്കണം. തൊഴിലും കിട്ടും, മനസ്സിലായില്ലേ? ഞാൻ വെറുത്തു. എനിക്ക് വയ്യ നീ നോക്കാനായിട്ട്. അതെ, നോക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെ നോക്കിയേ. എനിക്ക് വയ്യണ്ടായി. തൊഴിലും കിട്ടും. മനസ്സ് സമാധാനം വീട്ടിലിരിക്കാനോ തോന്നിക്കില്ല. ഇയാള് കല്യാണം കഴിഞ്ഞ് പറയാനുള്ളത് ഒന്നും വേണ്ട. എനിക്ക് എന്തിന്റെ കാരണം? ഞാൻ കുറേ നാളെ കൊണ്ടിട്ട് പെൻഷൻ കിട്ടുമ്പോ വേറൊരു സന്തോഷം. എന്ത് സന്തോഷം കാണുന്നത്? എന്റെ കൺമുന്നിൽ കാണുന്ന ഞാൻ നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്തേ? ദൈവം ചോദിക്കുക മക്കളെ, നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങളെ വയസ്സാവും. എവിടേക്കാ ചെറിയ പോക്കോ? അതെ അതെ, ഇത്രയും നിങ്ങളുടെ അച്ഛനല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ചെയ്യാൻ പാടില്ല. നമ്മള് കാര്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത് ചെയ്യാൻ പാടില്ല. എന്തിനിങ്ങനെ അച്ഛൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തുടങ്ങിയതാ. ശരി, ഓക്കെ, എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ആർക്കും ദോഷം വരിക അല്ലേ? അച്ഛൻ സാറില്ല. അറിയോ എന്ത് ചെയ്യ? എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ തന്നെ കഷ്ടകാലം. ഇയാളെ കൊണ്ട് എന്തിട്ട് പറയണേറ്റാ? ചെലപ്പോ കൈ വിടൂ. ചേട്ടാ ഇങ്ങനെ കിടന്നാ മതിയാ? എന്തേ വിഷു കൈ നീട്ടം വേണ്ടേ? പെൻഷൻ വന്ന മോനെപ്പോ പിന്നല്ലാണ്ട് സന്തോഷായി. സന്തോഷം. എത്രയുണ്ട്? കൊഴപ്പുണ്ടാവില്ല. ഒപ്പിട്ടോ, കൈക്കൊരു വെറിയുണ്ട്. ഇപ്പൊ എന്ന് നേരം ഒപ്പിട്ടോ. കണ്ണ് കുറച്ച് പ്രശ്നമുണ്ട്. ഇവിടെ ഇല്ല. അച്ഛന്റെ പൊല്ലച്ഛനല്ലേ? അപ്പൊ കേട്ടോ, ശരി. ഇനി നമുക്ക് വിഷു അടിപൊളിയാക്കാം. പണമില്ലെങ്കിൽ പിണം.